തീപാറുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറവികൊണ്ട ഭക്തിഗാനങ്ങളുടെ കണ്ണ് നനയിക്കുന്ന അനുഭവ പശ്ചാത്തലങ്ങളിലൂടെ ഗാനോൽപ്പത്തി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഗാനോൽപ്പത്തിയുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന ഈ മനോഹര ഗാനത്തിന്റെ ഉത്ഭവ സാക്ഷ്യത്തെക്കുറിച്ചാണ്. ഹൃദയസ്പർശിയായ ഈ ഗാനം മലയാളി ക്രൈസ്തവരുടെ മനസ്സിൽ പതിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെയായി. ഈ ഗാനത്തിന്റെ രചയിതാവ് അഗസ്റ്റസ് എം ടോപ്ലഡി. 1775 ഒരു സായം സന്ധ്യ അഗസ്റ്റസ് നടക്കാനിറങ്ങി. അത് വളരെ വിജനമായ ഒരു പ്രദേശമായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് അദ്ദേഹം കണ്ടു. തെന്നലകൾ വീശി തുടങ്ങി. അന്തരീക്ഷം പെട്ടെന്ന് ക്ഷോഭിതമായി. കാറ്റിന് ശക്തി വർദ്ധിച്ചു. മഴത്തുള്ളികൾ മുത്തുകൾ പോലെ ശക്തിയായി താഴേക്ക് വീഴുവാൻ തുടങ്ങി. പ്രകൃതിയുടെ മുഖം കറുത്തിരുണ്ടു. എവിടേക്ക് പോകും, എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റുപാടും നോക്കി വിളിപ്പാട് അകലെയായി ഒരു കൂറ്റൻ പാറ കണ്ടു. അപ്പോഴത് ഒരു അഭയകേന്ദ്രം പോലെ തോന്നി. കുതിച്ച് അടുത്തെത്തി. പാറയിലുള്ള ഒരു പിളർപ്പ് അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ഒരു കൂടാരത്തിന്റെ വാതിൽ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനുള്ളിലേക്ക് കയറി നിന്നു. അത് ഒരു ചെറിയ ഗുഹയായിരുന്നു. അപ്രതീക്ഷിത സ്ഥാനത്ത് ലഭിച്ച അസാധാരണ രക്ഷാകേന്ദ്രം. പ്രതിഭാശാലിയുടെ ഉള്ളിൽ ചിന്തകൾ നാമ്പിട്ടു. അദ്ദേഹത്തിന്റെ ചിന്തകൾ അങ്ങ് അമ്പരചുംബിയായ കാൽവറിയിലേക്ക് പറന്നുപോയി. ക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറയിലേക്ക്. ആ പാറ എനിക്കായി പിളർന്നല്ലോ, അവനിൽ ഞാൻ സുരക്ഷിതത്വം കണ്ടല്ലോ. കാറ്റും മഴയും ശമിച്ചു. പ്രകൃതി ശാന്തമായപ്പോൾ അഗസ്റ്റസ് വേഗം വീട്ടിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ 1000 പനിനീർ പൂക്കൾ വിടർന്നു വന്നു. അവയുടെ സുഗന്ധം ആശയങ്ങളായി. ആശയങ്ങൾ ഒടുവിൽ അക്ഷരങ്ങളായി. അമിതമായ തൃഷ്ണയിൽ ആ ആശയങ്ങൾ കുത്തിക്കുറിച്ചു. അങ്ങനെയാണ് പ്രസിദ്ധമായ ഈ ഗാനശകലം പിറന്നു വീണത്. പ്രിയ ശ്രോതാക്കളെ, ക്രിസ്തുവാകുന്ന ഈ പാറ നമുക്ക് വലിയ ഒരു സങ്കേതമാണ്. അതിന്റെ മറവിലെത്തുന്നവർക്ക് അനന്തമായ നിർഭയത്വം അനുഭവിക്കാൻ കഴിയും. ഇത്ര ഉറപ്പുള്ള ഈ പാറയിൽ നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.